Today's guest is one of the most respected and loved mathematics educators in our community. She has created Sankhya Online, a platform that is redefining how children learn maths. A very warm welcome to Simi Manoj. Thank you Simi, so much. thank you for coming to this show. ഗണിതം ഭൂരിഭാഗം കുട്ടികൾക്കും ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ടാണ് തോന്നുന്നത്. അതിനെ ഒരു മാജിക് അനുഭവമാക്കി മാറ്റിയത് എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് സാർ. എന്നെപ്പോലുള്ള ഒരു സാധാരണ ടീച്ചറിനെ അവരുടെ എഫേർട്സൊക്കെ അക്നോളേജ് ചെയ്ത് സാറ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് തന്നെ, സാറിൻ്റെ മുമ്പിലിരിക്കാൻ ഒരു അവസരം കിട്ടിയത് തന്നെ എനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കരുതുന്നു. താങ്ക് യു. സംഖ്യ ഓൺലൈൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു റീസൺ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു MCA ഗ്രാജുവേറ്റാണ്. ഞാൻ സ്കൂളിൽ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര നിർബന്ധമാണ് ഞാനും ജോലിക്ക് പോകണം എന്നുള്ളത്. ഞാൻ പക്ഷേ സ്കൂളിലാണ് ട്രൈ ചെയ്തത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് ട്രൈ ചെയ്തില്ല. MCA ഗ്രാജുവേറ്റ് ആണെങ്കിലും സ്കൂളിൽ ട്രൈ ചെയ്തപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ചോറ്റാനിക്കര ഗവൺമെൻറ് സ്കൂളിലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 +2 കുട്ടികളെ പഠിപ്പിക്കാനാണ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അവിടെ പഠിപ്പിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു issue I had to face is the language. So most of the students came from Malayalam medium. So I had to search for the keywords in Malayalam. So അതെനിക്ക് യൂസ്ഡ് അല്ല. I was not used with those മലയാളം വേർഡ്സ്. അപ്പോൾ കുട്ടികളും എന്നെ ഹെൽപ്പ് ചെയ്ത് ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 12th I think in front of me there were 90+ students in that government school. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാ കുട്ടികളും ആ വർഷം കമ്പ്യൂട്ടർ സയൻസിന് പാസ്സായി. അപ്പോൾ ഞാൻ ഈ ഒരു ലാംഗ്വേജ് പ്രോബ്ലം കൊണ്ട് മാത്രം, വളരെ ലവബിളായിട്ടുള്ള കുട്ടികളാണ്, സാറിന് അറിയായിരിക്കുമല്ലോ, ഗവൺമെൻറ് സ്കൂളാകുമ്പോഴത്തേക്ക് അവർ സിമ്പിളും എല്ലാ ലൈഫ് ഇതിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ ഞാനിപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഒരു സദ്യയ്ക്ക് പോയാൽ അവിടെ ഉണ്ടാവും വിളമ്പാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ലോറിയിൽ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ആ കുട്ടികൾ ടീച്ചറേ എന്നുള്ളൊരു വിളി കേൾക്കാം എനിക്ക്. അവർ ചിലപ്പോൾ ലോറിയുടെയൊക്കെ കിളിയായിട്ട് പോകുന്നുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വളരെ ലെവൽസ് ഓഫ് ലൈഫിൽ നിന്ന് വന്ന കുട്ടികളാണ്. പക്ഷേ എനിക്ക് അവരെ പഠിപ്പിക്കാനുള്ള ഭാഗ്യമില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഒരു CBSE സ്കൂളിലേക്ക് ഞാൻ ഓപ്പർച്യൂണിറ്റി നോക്കി പോയായിരുന്നു, ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ലാംഗ്വേജ് ഇഷ്യൂ. അപ്പോൾ CBSE സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു, അതും കമ്പ്യൂട്ടർ സയൻസാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നെയാണ് ഹസ്ബൻഡിന് ജോലി കിട്ടിയിട്ട് ഞാൻ UAE വന്നത്. UAE വന്നിട്ട് ടീച്ചർ എന്നുള്ള നിലയിൽ എന്നെ ആർക്കും അറിയില്ല അവിടെ. അപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഈ പ്രൊഫഷണൽ ലൈഫ് അങ്ങ് സ്റ്റില്ലായതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. എത്ര വർഷം പഠിപ്പിച്ചു ഇവിടെ കേരളത്തിൽ? ഞാനൊരു 4 years പഠിപ്പിച്ചിരുന്നു. സബ്ജക്റ്റ് മാത്സ് ആയിരുന്നോ ഫുൾ ടൈം? അല്ല, ഞാനത് കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറാണ്. അപ്പോൾ എനിക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വല്ലാത്തൊരു പാഷനാണ് മാത്സിൽ. അപ്പോൾ ഞാൻ സ്കൂൾ ലെവലിലും ഒക്കെ മാത്സിൽ എൻ്റെ സ്കൂൾ ടീച്ചേഴ്സിന് അതിൽ സാലി മാം വളരെ താങ്ക്ഫുള്ളാണ്. കാരണം 10th ഗ്രേഡിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ്, ഹെൽത്തി കോമ്പറ്റീഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്തു. ഞാനിപ്പോഴും എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ ടീച്ചേഴ്സിനൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. അപ്പം ഈ മാത്സിനോടുള്ള പാഷൻ കൊണ്ട് ഞാൻ ഈ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടെ ഞാൻ പറയും ഇനി നെക്സ്റ്റ് 1 hour ഞാൻ മാത്സ് കൂടെ പഠിപ്പിക്കാം. ഫ്രീ ആയിട്ട് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അന്ന് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ മാത്സിനോടുള്ള പാഷൻ എന്നും എനിക്കിങ്ങനെ നിലനിന്ന് പോകുന്നു ആ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടെ തന്നെ. അങ്ങനെ ഞാൻ UAE വന്നപ്പോൾ എന്നെ ആർക്കും അറിയില്ല. അപ്പോൾ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണ്ടേ, സ്കൂളിലേക്ക് ജോബ് സെർച്ച് ചെയ്യണോ അതോ ട്യൂഷനാണോ നല്ലത് എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ മോനെ പഠിപ്പിച്ച് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതിൽ കണ്ടെത്തിയായിരുന്നു. മോനെ ഞാൻ സോഷ്യലും എല്ലാം പഠിപ്പിച്ചിരുന്നു, എല്ലാ സബ്ജക്റ്റും പഠിപ്പിച്ചു. അങ്ങനെ മോൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ 12th ഗ്രേഡർ, ഞാൻ ടീച്ചറാണെന്ന് അറിഞ്ഞിട്ട് അവരാണ് ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ UAE. ആ കുട്ടീനെ കൊണ്ടുവന്നു. 12th ഗ്രേഡറാണ്. അപ്പോൾ ഞാൻ ആ കുട്ടീനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്
എനിക്ക് ആ കുട്ടിയിൽ ഒരു ചെറിയൊരു പ്രോബ്ലം തോന്നി. എന്താണെന്നുള്ളത്, ഈ കുട്ടി, ഞാൻ എത്ര മാത്സ് പറഞ്ഞു കൊടുത്തിട്ടും ഈ കുട്ടിക്കത് 12th ഗ്രേഡറാണ്, മാത്സ് പറഞ്ഞു കൊടുത്തിട്ടും ശരിയാവുന്നില്ല. ഈ ട്രാൻസ്പോസ് ചെയ്യാനുള്ളത് ഓൾജിബ്ര ഇതൊക്കെ, പക്ഷെ അവന് ഭയങ്കര മെമ്മറി പവറാണ്. അപ്പം ഞാൻ കുറച്ച് ഈ കുട്ടിയുടെ അമ്മയടുത്ത് ചോദിച്ചു, മോൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ പഠിക്കാനായിട്ട്, ലേണിങ്ങിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സോ ഷീ സെഡ് യെസ് മാം, ആ കുട്ടി ഡിസ്ലെക്സിക്കാണ്, അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടീനെ ഇവർക്ക് എന്തായാലും എൻജിനീയർ ആക്കിയേ പറ്റൂ. കുട്ടിയുടെ അച്ഛനൊരു കമ്പനിയുണ്ട്, കമ്പനി ഏറ്റെടുക്കേണ്ടത് ഇവനാണ്. അപ്പം ഈ കുട്ടി എങ്ങനെയെങ്കിലും 12th ഗ്രേഡ് പാസ്സാക്കണം, സയൻസ് ഗ്രൂപ്പ്. കുട്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു, എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ അവന് കമ്പ്യൂട്ടർ സയൻസും എടുത്തു, മാത്സും പഠിപ്പിച്ചു. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഇവൻ ജയിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ജയിക്കും. കാരണം എങ്ങനെയെന്ന് വെച്ചാൽ മാത്സ് അവനെ കൊണ്ട് അത് ലോജിക്സൊക്കെ മനസ്സിലാക്കി അവന് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനും അവനും കൂടെ തന്നെ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചു. ഭയങ്കര മെമ്മറി പവറാണല്ലോ അവന്, ആ കുട്ടിക്ക്. അപ്പോൾ ഞാൻ ഈ എറണാകുളത്ത് ഈ മാത്സിൽ എനിക്ക് ടച്ച് ഉണ്ടായിരുന്നു 11th 12th. അപ്പോൾ എനിക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും എന്നുള്ളത് എനിക്ക് ഒരുവിധം ജയിക്കാനുള്ളൊരു മാർക്ക് കിട്ടാനായിട്ട് എനിക്ക് അറിയാമായിരുന്നു. ഈ കുട്ടീനെ ഞാൻ ആ പ്രോബ്ലംസൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്തു. നീ ഇത് കാണാതെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട്. കമ്പ്യൂട്ടർ സയൻസ് പക്ഷേ അവന് പറ്റുന്നുണ്ടായിരുന്നു, കുറച്ചൊക്കെ കുറേ തിയറി ഒക്കെ ഉണ്ട്, അതൊക്കെ അവൻ പഠിച്ചോളും. അപ്പോൾ അങ്ങനെ മാത്സ് ഈ ടിക്ക് ചെയ്ത് കൊടുത്ത ക്വസ്റ്റ്യൻസൊക്കെ അവൻ പഠിച്ചു. അതിൽ നിന്ന് എന്താ പറയുന്നത് വെച്ചാൽ ആ കുട്ടിയുടെ ലക്കാണ്, ദൈവാനുഗ്രഹമാണ്. അതിനകത്ത് അവന് ജയിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ നിന്ന് തന്നെയാണ് വന്നത്. മാത്സ് സോ സർപ്രൈസിങ് ആയിരുന്നു ആഫ്റ്റർ സീയിങ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ആ കുട്ടി ആണ് എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. അവൻ പാസ്സായി, മാത്സും പാസ്സായി, കമ്പ്യൂട്ടറും പാസ്സായി. അപ്പോൾ അതിൽ ആ ഒരു മോട്ടിവേഷനിലാണോ ഒരു ഡിജിറ്റൽ മേഖലയിലേക്ക്? അതെ, ഞാൻ ഈ കുട്ടികൾ എല്ലാവരും അവിടെ ഇച്ചിരി ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ട് ഞാൻ കണ്ടായിരുന്നു. കാരണം അവർക്ക് ട്യൂഷനുണ്ട്, സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ട്, ഒരു എക്സ്ട്രാ പ്രാക്ടീസ് ഒന്നും ഈ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ വർക്ക്ഷീറ്റ്സും സോൾഡ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്സ്, ഹാൻഡ് റിട്ടൺ വർക്ക്ഷീറ്റ്സ് ഞാനിങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴി, വാട്സപ്പ് ഗ്രൂപ്പ് ഒരു ജനറൽ ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു, ആ ഗ്രൂപ്പ് വഴി ഞാൻ ഇതിങ്ങനെ എല്ലാവർക്കും പബ്ലിക്കായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങി. എൻ്റെ ഓരോ ആഫ്റ്റർ ഈ ചാപ്റ്റർ ദേ വിൽ ബി ആസ്കിങ് മീ അബൌട്ട് മാം ഇസ് ഇറ്റ് റെഡി, ഹാവ് യു പ്രിപ്പയർഡ് ദീസ് വർക്ക്ഷീറ്റ്സ് ആൻഡ് ആൻസേഴ്സ്, ക്യാൻ യു പ്ലീസ് സെൻഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്. അപ്പോൾ ഞാൻ കുറച്ച് രീതിയിൽ ട്യൂഷൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അലോങ് വിത്ത് ദാറ്റ് ഞാൻ ഈ ഔട്ട്സൈഡ് കുട്ടികളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചു. അപ്പോഴാണ് കോവിഡൊക്കെ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്രയും കുട്ടികളെ എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഞാൻ എന്തുകൊണ്ടൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തുകൂടാ എനിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ വെബ്സൈറ്റ് സംഖ്യ ഓൺലൈൻ. എന്താണ് ആ പേര്? സംഖ്യ ന്യൂമറിക് എന്നുള്ള രീതിയിലാണോ അതോ വേറെ എന്തെങ്കിലും? സംഖ്യ ഓൺലൈൻ എന്നെ ഒരു പ്രത്യേകതയുണ്ടോ? സംഖ്യ എന്ന് പറയുന്നത് സാറിന് ഇറ്റ്സ് മീനിങ് നമ്പേഴ്സ്. സോ വി ഹാവ് സെർച്ച്ഡ് ഫോർ ദിസ് വേർഡ് സംഖ്യ. സോ വി ഗോട്ട് ഓൺലി സംഖ്യ പ്ലസ് ദാറ്റ് ഓൺലൈൻ തിങ്. So Sankhya Online, and the logo created by my husband, and my name Simi is hidden in that logo. Okay. If you look into that, it's like a book, and my name is there. Okay. In that logo. It's very interesting. You often says that mathematics is not merely a subject but a language of logic. ദൈനംദിന ജീവിതത്തിലെ ഗണിത ചിന്ത, മാത്സ് തോട്ട്സ് നമ്മെ എങ്ങനെ സഹായിക്കുന്നു? ഗുഡ് ക്വസ്റ്റ്യൻ സർ. നമ്മുടെ തിലകൻ സാറ് പറഞ്ഞതുപോലെ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്സിൽ കണക്കിലാണ്. അത് കറക്റ്റാണ്. ഒരു കുട്ടി എഴുന്നേൽക്കുമ്പോൾ അവൻ ഈ
വാച്ച് നോക്കിയിരുന്നേക്കുന്നത്, അതിലുണ്ട് നമ്പേഴ്സ്. പിന്നെ അവൻ സ്കൂളിൽ പോകാനായിട്ട് ഇനി എത്ര സമയം ബാക്കിയുണ്ട് എന്നുള്ളത്, അതിൽ മാത്സ് ഉണ്ട്. പിന്നെ സ്കൂളിലേക്ക് പോകുന്ന ഈച്ച് ആൻഡ് എവ്രിതിങ് വാട്ട് ഹീസ് ഇൻ കോണ്ടാക്ട്, എവ്രിതിങ് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പേഴ്സ്. അപ്പം അതാണ് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്പേഴ്സ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല. ഇൻ അക്കാഡമിക്സ് നമ്മൾ ഇപ്പോൾ ട്രിഗ്നോമെട്രി കുട്ടികൾ പഠിക്കുന്നു. ട്രിഗ്നോമെട്രി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ അതിൻ്റെ ഐഡൻറ്റിറ്റീസ് പഠിപ്പിച്ച് ആക്കിയാൽ കുട്ടികൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, സൈൻ തീറ്റ കോസ് തീറ്റ എന്തിനാണ് പഠിക്കുന്നതെന്ന് പല സിനിമയിലും കേട്ടിട്ടില്ലേ സർ? അതേപോലെ കുട്ടികൾ വിചാരിക്കും എന്തിനാണ് ഈ സൈൻ തീറ്റ കോസ് തീറ്റ പഠിക്കുന്നത്. ഫോർച്ചുനേറ്റ്ലി നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആഫ്റ്റർ ദിസ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി ദർ ഈസ് അനദർ ചാപ്റ്റർ ഫോളോയിങ് ഇറ്റ് കോൾഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി. അപ്പം അതുകൂടെ പഠിപ്പിച്ചാൽ മാത്രമേ ഈ കുട്ടികൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയാറുള്ളത്, ദീസ് ആർ മൈ UAE സ്റ്റുഡൻസ്, സോ ഐ സൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബുർജ് ഖലീഫ. ഇഫ് യു വോണ്ട് ടു മെഷർ ദ ലെങ്ത് ഓഫ് ബുർജ് ഖലീഫ, വി cannot take a tape and measure it. So for this we need trigonometry actually. So the measuring, whatever be the length, the height, the distance between the object and the observer, we can do that. അത് ഇപ്പോൾ ട്രയാങ്കിൾസ്, ജോമെട്രി, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ആപ്ലിക്കേഷൻ ചാപ്റ്റേഴ്സ് ഇതേപോലെ വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കുട്ടികൾക്ക് പിന്നീട് ചോദിക്കാൻ ഇടവരുത്തരുത്. So that examples will be there in each chapter. Yeah. You mean to say that when you are teaching in the Sankhya online, if any mathematical calculations you make, thereafter you explain with an example? യെസ് സർ, ഷുവർ. ഒരു എന്ത് പഠിപ്പിച്ചാലും ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, ഇഫ് ഐ എം സ്റ്റാർട്ടിങ് വിത്ത് എനി ടോപ്പിക്, ഐ വിൽ ജസ്റ്റ് സേ സം എക്സാമ്പിൾസ് ഓർ വേർ ദീസ് ടോപ്പിക്സ് ആർ അപ്ലൈഡ്. സോ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സോ ദേ ക്യാൻ ഫസ്റ്റ് റിമെമ്പർ ദാറ്റ് എക്സാമ്പിൾസ്, ദെൻ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് വെരി വെൽ. വെറുതെ നമ്മൾ ഇങ്ങനെ ഈ ഫോർമുല വെറുതെ പഠിപ്പിച്ച് പോയിട്ട് കാര്യമില്ല. ടെക്സ്റ്റ് ബുക്ക് ഓൾസോ, NCERT ഓൾസോ, ദേ ഹാവ് ടേക്കൺ എ lot of effort in application based sums. From 9th grade onwards it is actually there. Up to 9th grade, 8th grade level, the basics of mathematics is only there in the textbook, and word problems are there, of course. You are teaching at UAE. There the syllabus and the syllabus in India are entirely different or somewhat same only? Both are same because all the students are writing the board exam. Okay. Board exam there is one misconcept among the parents where a foreign set was there before, long back. Foreign set was there. Now it is everything. So many sets will be there for the board exam. One among the sets will come for this GCC countries. The same set will be there in Kerala, Bangalore, Delhi. It's everything common. Textbook, everything common. What are the most common reasons behind the fear, and how can parents and educators help children overcome it? Yes, sir. Much awaited question, I can say so. എല്ലാ കുട്ടികൾക്കും പേടിയാണ്. മെജോറിറ്റി പേടിയില്ലാത്ത കുട്ടികളുണ്ട്, കൂളായിട്ട് മാത്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ദ മെയിൻ പ്രോബ്ലം ഇസ് ലാക്ക് ഓഫ് പ്രാക്ടീസ്. ഈ പ്രാക്ടീസ് ഇല്ലാതെ പോകുമ്പോഴാണ് ഈ കുട്ടികൾക്ക് തെറ്റുന്നത്. ഇഫ് ദേ ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ സംസ് റോങ്, അവർക്കൊരു ഫിയർ ഡെവലപ്പ് ചെയ്യും. സോ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇഫ് വി ആർ ഗെറ്റിംഗ് എ കറക്റ്റ് ആൻസർ വിൽ ബി വെരി ഹാപ്പി. So if we are getting a wrong answer, we will get tired of that or depressed down. The fear will create. So ഈ ഫിയർ വരാനായിട്ട് there are many reasons. ഒന്നാമത്തത് ഒരു പ്രോപ്പർ ഗൈഡൻസ് ദേ ഹാവ് ടു ഗെറ്റ് ഫ്രം ദ വെരി സ്മോൾ ഏജ്, ലൈക്ക് ഫ്രം 5th grade onwards. ദ ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ്, ദ ഫൗണ്ടേഷൻ ഷുഡ് ബി വെരി ക്ലിയർ. ഈ ഫൗണ്ടേഷൻ ക്ലിയർ അല്ലാണ്ട് ഐ ക്യാൻ സേ ദ വെരി ബേസിക് തിങ്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, LCM, HCF, ഇതൊന്നും ക്ലിയർ ആവാണ്ട് ദേ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ, നെക്സ്റ്റ് ഗ്രേഡ്. അപ്പോൾ ദേ വിൽ ഗെറ്റ് ലിറ്റിൽ മോർ ഹയർ സംസ്. അപ്പോൾ ഈ ബേസിക്സ് അവിടെ ക്ലിയർ അല്ല. But they will get again, they are not clear about how to do and how to approach a sum. അപ്പോൾ വീണ്ടും ഒരു ഫിയർ വീണ്ടും ഡെവലപ്പ് ആവും.
the fear ഒരു maximum level they are getting in 9th grade, I can say. Up to 8th grade, all the new small topics, everything, the foundation is there up to 8th grade. And after 9th grade, the application of what they have learned up to 8th grade is starting. So, which is the foundation class they are going to study mathematics? 1-ലോ 2-ലോ 3-ലോ 4-ലോ 5-ലോ ആണോ? I can say from 5th, 6th, 7th and 8th. ദീസ് ഗ്രേഡ്സ്. അപ്പോൾ ഞാനിത് എല്ലാ പാരൻസിനോടും ഇതെനിക്ക് പറയണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് എപ്പോഴും ഇത് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെ ഇത് എല്ലാവരോടും ഓപ്പൺ ആയിട്ട് ഇത് പറയും, എല്ലാവർക്കും ഒരു അഡ്വൈസ് പോലെ കൊടുക്കാനായിട്ട് ഇതെങ്ങനെ ഇത്രയും വർഷത്തെ I have 23 years of experience in teaching. സോ ഇത്രയും ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പാരൻസിനോട് പറയണമെന്നുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ സാറിന് ബിഗ് താങ്ക്സ്. അപ്പം അത് 6th 5, 6, 7, 8 കുട്ടികളുടെ ബേസിക്സ് ഫൗണ്ടേഷൻ ഇഫ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ആൻഡ് ഇറ്റ്സ് വെരി സ്ട്രോങ് ആണെങ്കിൽ ദേ വിൽ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ക്രിയേറ്റ് കോൺഫിഡൻസ് ഇൻ മാത്തമാറ്റിക്സ്. മാത്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഫ്രണ്ട്ലി സബ്ജക്റ്റ്. അതിനെ നമ്മൾ ഫ്രണ്ട് ആക്കണം അൺലെസ് വി ആർ റെഡി ടു മേക്ക് ഇറ്റ് ഫ്രണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇതെല്ലാം ക്ലിയർ ആണ്, നമുക്ക് ഈ ബേസിക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ദേ വിൽ ഗോ സ്മൂത്ത്ലി ഇൻ 9th grade. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഐ എം ടേക്കിംഗ് ഓൺലി 9th and 10th grade. This year, for some reason, I am taking only 10th graders. So I am going to start 9th grade for the next month because all are waiting and giving me messages, ma'am, when are you going to start 9th? So 9th grade എത്തുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്ന ഈ കുട്ടികൾക്ക് ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല. അപ്പോൾ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാതെ നമ്മൾ അതിൻ്റെ മേളിലൊരു പാലസ് ബിൽഡ് ചെയ്യാൻ നോക്കിയാൽ ഇറ്റ് വിൽ നോട്ട് ബി സക്സസ്ഫുൾ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ സോ ഐ വിൽ ബി സ്ട്രഗ്ലിംഗ്, മീ അലോങ് വിത്ത് മൈ സ്റ്റുഡൻസ് വിൽ ബി സ്ട്രഗ്ലിംഗ് ദ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് ടു മേക്ക് ദെയർ ഫൗണ്ടേഷൻ സ്ട്രോങ് along with the chapters or the syllabus of 9th grade. Syllabus itself is a very vast and heavy. So along with that I have to make their foundation also so clear. അപ്പോൾ ഞാൻ ഈ കുട്ടികൾ എൻ്റെ മുന്നിലിരുന്നിട്ട് എന്നെ ഒരു 10th grader ഉണ്ട് ഇപ്പോൾ. ആ കുട്ടി ഓരോ കാര്യവും എന്നോട് ചോദിക്കും. ചില കുട്ടികൾ ഭയങ്കര ഇൻട്രാക്റ്റീവാണ്. ആ കുട്ടി എന്നോട് ചോദിക്കും, മാം ഇതെങ്ങനെ ചെയ്യും നെക്സ്റ്റ്. അപ്പോൾ ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഈ കുട്ടി എത്ര ലെവൽ താഴ്ന്നിട്ടാണ് ഈ 10th grade ഇങ്ങനെ നിൽക്കുന്നത്. ബട്ട് ഐ ക്യാൻ മേക്ക് ഹെർ എക്സൽ ഇൻ മാത്തമാറ്റിക്സ് ബട്ട് ഓൺലി വെരി ഗ്രാജുവൽ പ്രോസസ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് മന്ത്സ്. സോ ആഫ്റ്റർ വി ഹാവ് ടു ടീച്ച് ദ ബേസിക് സ്റ്റെപ്സ് അഗൈൻ. ഇപ്പം ഞാൻ ഈ 10th grade അതിൻ്റെ മേൽ വളം വയ്ക്കുന്ന പോലെയാണ്. 10th grade ദ പ്രോസസ് ഓഫ് മേക്ക് ഹെർ ഇംപ്രൂവ് ഇൻ മാത്തമാറ്റിക്സ് വിൽ ടേക്ക് ടൈം. And after 4 or 5 months only, she will be along with others, will be in track. So we can make this fast by one more method. That is, അപ്പോൾ ആ കുട്ടിയുടെ അമ്മ എന്നോട് ചോദിച്ചു, മോൾക്ക് സ്കൂൾ എക്സാമിനൊക്കെ ഭയങ്കര മാർക്ക് കുറവാണ്. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, മോളുടെ ബേസിക്സ് ഭയങ്കര, ഞാൻ എല്ലാം ഓപ്പണായിട്ട് പറയും, മോളുടെ ബേസിക്സ് ഭയങ്കര വീക്കാണ്, നമുക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്താലോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കാരണം നമ്മുടെ ഒരു ഗ്രൂപ്പ് ക്ലാസ്സാണ്. എൻ്റെ ഗ്രൂപ്പ് ക്ലാസ് പറയുമ്പോൾ ഇറ്റ്സ് എ ലാർജ് ക്ലാസ്സാണ്. എനിക്ക് 80+ സ്റ്റുഡൻസ് ഇൻ 1 Google മീറ്റിലുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു കുട്ടിക്ക് വേണ്ടി നമുക്ക് ഈ ബേസിക്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇരിക്കാനുള്ള സമയമില്ല. നമുക്ക് അത്രയ്ക്ക് പഠിപ്പിച്ച് തീർക്കാനുണ്ട് ടോപ്പിക്സ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഞാനൊരു അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് 2-3 months is enough. I will be sending them and I will say that teacher, some outside teacher to take this girl is weak in algebra or this boy is weak in geometry എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏൽപ്പിക്കാറുണ്ട്. So they will be taking the lessons from 6th, 7th and 8th. Oh, great. Even for 10th graders. So then he will or she will be equipped for that. Yeah. Then she will join you back. No, this will be in parallel. Parallel tuition. Because first of all, I will say parents to give them 1-to-1 tuition because she or he is very, very weak in basics. So ആ ബേസിക്സ് അറിഞ്ഞൂടാതെ 10th grade പഠിപ്പിക്കാൻ ആരെയും കൊണ്ടും ഈ ഗ്രൂപ്പ് ക്ലാസ്സിൽ പറ്റില്ല. പക്ഷേ ഇങ്ങനെ പഠിപ്പിച്ച
ഒരു കുട്ടി വളരെ മിടുക്കനായോ? ഇഷ്ടം പോലെ ഉണ്ട് സർ. അതാണ് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് തരുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ മിടുക്കരായിട്ടുള്ള ടോപ്പേഴ്സിനെ ടോപ്പാക്കിയാൽ കാര്യമില്ല. ഒരു അധ്യാപകൻ കുട്ടികളെ പ്രചോദിപ്പിക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ കുട്ടികൾ അധ്യാപകനെ പ്രചോദിപ്പിക്കും. അങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ ഓർമ്മ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമോ? യെസ്, ഓഫ് കോഴ്സ്. ഒത്തിരി കുട്ടികളുണ്ട്. രാംബാബു, കിഷോരി, അമോഘ് എല്ലാവരും ഉണ്ട്. പക്ഷേ ചില കുട്ടികൾ നമ്മൾ മൈൻഡിൽ വല്ലാതെ അങ്ങ് ടച്ച് ചെയ്യും. അതിൽ ഐ വിൽ സേ 2 എക്സാമ്പിൾസ്. ഒരു കുട്ടീൻ്റെ ആദിത്യജിന്, അവനെന്തായാലും എൻ്റെ ഈ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ അവന് വളരെ സന്തോഷമാവും. ആദിത്യജിനോ അവൻ എൻ്റെ മോൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. ആൻഡ് നല്ല പഠിക്കുന്ന കുട്ടി. എൻ്റെ ക്ലാസ്സിൽ അവൻ ഇരിക്കുന്നത് എനിക്കൊരു മോട്ടിവേഷൻ പോലെയാണ്. അപ്പം ദിസ് വാസ് ബിഫോർ കോവിഡ്. സോ ഓൾ വെയർ ഇൻ ഓഫ്ലൈൻ ക്ലാസ്. അപ്പോൾ ഈ ഓൺലൈൻ ഇല്ല. ഇവന് ഓരോ സം ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഇവൻ ക്ലാപ്പ് ചെയ്യും എൻ്റെ മുമ്പിലിരുന്ന്. അപ്പോൾ അവൻ എന്നെ ഒരു ടീച്ചറല്ല, അവൻ എൻ്റെ ഒരു ഫാൻ പോലെയാണ് അവൻ ക്ലാസ്സിലിരിക്കുന്നത്. എന്നെ എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ എനിക്ക് വിഷമമാണ്. അങ്ങനത്തെ കുട്ടികളുണ്ട്. അവരുടെ ആബ്സെൻസ് നമ്മളെ വിഷമിപ്പിക്കുന്ന ഫീൽ ചെയ്യുന്ന ചില കുട്ടികളുണ്ട്. അപ്പം ഇവൻ നല്ല മിടുക്കനാണ്. 100 കിട്ടിയായിരുന്നു അവന്, 100 ഔട്ട് ഓഫ് 100. അവൻ പോവാൻ നേരത്തെ എനിക്കൊരു പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി തന്നിരുന്നു, പ്രോമിസ് നോട്ട് പോലെ. അതിനകത്ത് എഴുതിയിരുന്നു ഞാൻ എന്നൊക്കെ. അപ്പോൾ 10th കഴിഞ്ഞിട്ട് അവൻ പാലാ ബ്രില്യൻറ്റിൽ ചേർന്നിട്ട് അവൻ 11th and 12th ഹി വാസ് ദർ. സോ ബിഫോർ ഗോയിങ് ദർ ഹി ഗേവ് മീ ദാറ്റ് ലെറ്റർ. അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് റിട്ടൺ ഇൻ ദാറ്റ് ഞാൻ എന്നൊക്കെ UAE വരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്. വരുന്നു അന്നൊക്കെ ഞാൻ ടീച്ചറിനെ വന്ന് കണ്ടിരിക്കും എന്ന്. ദിസ് വാസ് ഐ തിങ്ക് അറൗണ്ട് 7 or 8 years ബാക്ക്. അപ്പോൾ കണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ വിചാരിച്ചു കുട്ടി മറന്നു പോവും. കാലങ്ങൾ കഴിയുമ്പോൾ കുട്ടി ഓഫ് കോഴ്സ് അവൻ്റെ ആ ബിസി ഷെഡ്യൂളിൽ അവൻ മറന്നു പോകുന്നു. പക്ഷേ സ്റ്റിൽ ലാസ്റ്റ് മന്ത് കുട്ടി വന്നിരുന്നു. അവൻ 12th നല്ല ഗ്രേഡോടുകൂടി പാസ്സായി. അവൻ നീറ്റ് എൻട്രൻസ് എഴുതി കിട്ടി. കോട്ടയം മെഡിക്കൽ കോളേജിൽ അവൻ MBBS ചെയ്തു. ഇപ്പോൾ ഹൗസ് സർജൻസിയും കഴിഞ്ഞു. MDക്ക് പ്രിപ്പയർ ചെയ്യുന്നു. ഒരു അധ്യാപകൻ്റെ വിജയം എങ്ങനെ അളക്കാം? ശരിയാണ് സർ. അപ്പം അത് പറയുന്നത് ബാക്കിയുള്ളവരുടെ കുറ്റമല്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം ആഫ്റ്റർ എവറി ബോർഡ് എക്സാം റിസൾട്ട്സ് ഐ വിൽ ബി പബ്ലിഷിംഗ് മൈ റിസൾട്ട് അറൗണ്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹാർഡ് വർക്ക് ഓഫ് മൈ സ്റ്റുഡൻസ്. എൻ്റെ എഫേർട്ട് എല്ലാം കൂടെ കൊണ്ട് എബവ് 80% ഓഫ് ദ സ്റ്റുഡൻസ് ഹൂം ഐ ആം ടീച്ചിങ് ദേ വിൽ സ്കോർ എബവ് 90 out of 100. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും എവറി ഇയർ ഐ വിൽ ബി ഹാവിങ് 250+ സ്റ്റുഡൻസ്. അപ്പോൾ ഇതിൽ 80% സ്കോർ ചെയ്ത് 90 എബോവ് സ്കോർ ചെയ്യുന്നത് കാണുമ്പം ഒബ്വിയസ്ലി എവറിബഡി വിൽ ബി തിങ്കിങ് ലൈക്ക് ഐ വിൽ ബി ടീച്ചിങ് ഓൺലി ദ ടോപ്പേഴ്സ്. പക്ഷേ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ് എൻ്റെ അഡ്മിഷൻ. ഞാൻ അവരോട് മാർക്ക് പോലും ചോദിക്കാറില്ല. എത്ര മാർക്ക് കിട്ടിയിട്ടാണ് കുട്ടി വരുന്നതെന്ന് ഒന്നും ചോദിക്കാറില്ല. അവർ വിളിക്കും, ഞാൻ പേര് എഴുതിയെടുക്കും, ആ കുട്ടീനെ അഡ്മിറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. ചില പാരൻസ് ഇങ്ങോട്ട് പറയും മോൻ ഇച്ചിരി വീക്കാണ്, നമുക്ക് നോക്കാം എന്ന് പറയുള്ളൂ. ആഫ്റ്റർ ഒരു ടെസ്റ്റ് മതി ഒരു കുട്ടീനെ എനിക്ക് മനസ്സിലാക്കാനായിട്ട്, അവൻ്റെ നോളേജ് ഇൻ മാത്തമാറ്റിക്സ്. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലൊരു ടെസ്റ്റ് ഇടും ഞാൻ എല്ലാ കുട്ടീനെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ചില പാരൻസ് എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും കുട്ടികളുണ്ടായിട്ടും എങ്ങനെയാണ് മാമിന് ഓരോ കുട്ടിയെ അറിയാം? അപ്പം ഞാൻ ഈ ടെസ്റ്റ് കറക്റ്റ് ചെയ്യുന്ന വെച്ചിട്ടാണ് ഈ കുട്ടിയെ മനസ്സിലാക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ടീച്ചിങ് മെത്തേഡ് ഇസ് ഡിഫറെൻറ്റ്. കുട്ടികളെ കൊണ്ടാണ് ഞാൻ ആൻസർ പറയിപ്പിക്കുന്നത്. ഐ ഹാവ് മോർ ഓൺലൈൻ സ്റ്റുഡൻസ് ദാൻ ഓഫ്ലൈൻ സ്റ്റുഡൻസ്. ഓൺലൈൻ സ്റ്റുഡൻസ് ആണ് എൻ്റെ ടോപ്പേഴ്സ്. 100 കിട്ടുന്ന കുട്ടികൾ എൻ്റെ മോസ്റ്റ്ലി ഫ്രം ഓൺലൈൻ സ്റ്റുഡൻസ്. അപ്പോൾ അവരെ ഞാൻ വേറൊരു ഡിവൈസ് വെച്ചിട്ട് എല്ലാവരെയും കാണുന്ന രീതിയിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ദിസ് ടീനേജേഴ്സ്. വേറൊരു സ്ക്രീൻ വെച്ചിട്ട് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും വീഡിയോ ഓൺ ചെയ്യണം, എല്ലാവരെയും നോക്കും ഞാൻ.
അപ്പം കുട്ടികൾ ചോദിക്കും, മാം എങ്ങനെ ഈ ഡിസ്ട്രാക്റ്റഡ് ആവുന്നവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്? അപ്പം അതൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അവരുടെ ഫേസ് കാണുമ്പോഴേ നമുക്ക് അറിയാം he is not listening or he will be into another സ്ക്രീൻ മാറ്റുമ്പോൾ തന്നെ ഞാൻ പിടിക്കും. അതുകൊണ്ട് ഇതൊക്കെ പിടിക്കുന്നത് കാരണം എല്ലാവരും അതൊക്കെ മതിയാക്കിയിട്ട് പതുക്കെ എല്ലാവരും പഠിത്തത്തിലേക്ക് വരും. ഒരു കുട്ടി വളരെ മോശമായിരുന്നു ടീച്ചറിന് തോന്നിയിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിയെ എങ്ങനെ സക്സസ്ഫുൾ ആക്കി മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? പിന്നെ അരുൺ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ എനിക്കെപ്പോഴും മനസ്സിലാവും ഈ കുട്ടി ശ്രദ്ധിക്കുന്നില്ല. ബട്ട് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി ഹാസ് പൊട്ടൻഷ്യൽ. നല്ല IQ ഒക്കെ ഉള്ള നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് ഹി ഈസ് നോട്ട് യൂസിങ് ഹിസ് ബ്രില്യൻസ്. വെറുതെ ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? 10th ഗ്രേഡിലാണ്. എനിക്ക് എപ്പോഴും ഈ ഒരു 14-15 ഇയേഴ്സ് കുട്ടികളാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവൻ ഈ ഡിസ്ട്രാക്ഷനിൽ നിന്ന് മാറുന്നില്ല. പിന്നെ ഞാൻ ഇവനെ ഈ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പിൻ ചെയ്തിടും. ഐ ആം ടീച്ചിങ് വിത്ത് സ്ക്രീൻ ഷെയറിങ് എന്ന് വെച്ചാൽ ഞാൻ ബോർഡിൽ എഴുതുന്ന സ്ക്രീൻ ഷെയർ ചെയ്താണ് പഠിപ്പിക്കുന്നത്. സോ ദേ ക്യാൻ സീ ദം സെൽഫ് ഇൻ മൈ സ്ക്രീൻ. ഇഫ് ഐ പിൻ ദം വലിയ സ്ക്രീനിൽ അവരുടെ പടം അവർക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവനെ നിന്നെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന പിള്ളേരെയൊക്കെ ഞാൻ പിൻ ചെയ്തിടും എന്ന് പറയും. അപ്പം എല്ലാവരും എന്നെ തന്നെയല്ലേ നോക്കുന്നതെന്നുള്ളൊരു കോൺഷ്യസ് ആവും അവർ പെട്ടെന്ന്. അങ്ങനെയൊക്കെ പല രീതിയിൽ ഇവനെ ശരിയാക്കിയെടുത്ത് അവന് 99 out of 100 കിട്ടിയത്. ഇന്നത്തെ മാതാപിതാക്കൾ ഈ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എന്ത് കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ഓൺലൈൻ ക്ലാസ്സസ് ഓർ ഫിസിക്കൽ ക്ലാസ്സസ്? യെസ് സർ, ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പം പാരൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഓഫ്ലൈൻ ക്ലാസ്സിലേ പോയിട്ടുള്ളൂ. അതെ അതെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ജനറേഷൻ മാറി ചിന്തിച്ചാലേ അത് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു പാരൻസിൻ്റെ മൈൻഡ് സെറ്റ് ഇപ്പോൾ എപ്പോഴും ആ ഫിസിക്കൽ ക്ലാസ്സിലേക്കാണ്. ഈ കോവിഡ് സമയത്ത് മാത്രം ഓൺലൈൻ കഴിഞ്ഞിട്ട് ഇപ്പോഴൊക്കെ ഉള്ള ഒരു ട്രെൻഡെന്ന് വെച്ചാൽ ടീച്ചർ നല്ലതാണോ ഒന്നൊന്നും ചിന്തിക്കാതെ തന്നെ എവിടെ ഓഫ്ലൈൻ ഉണ്ട് എവിടെ ഫിസിക്കൽ ഉണ്ടെന്ന് ഈ പാരൻസിന് അങ്ങനൊരു ട്രെൻഡുണ്ട്. ഇപ്പം സെർച്ച് ചെയ്ത് പോവും. പക്ഷേ ഓൺലൈനും ക്വയറ്റ് എഫക്റ്റീവാണ്, ഈക്വലി എഫക്റ്റീവാണ് എന്നുള്ളത് വേറെയും കുറേ പാരൻസിന് അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ സാർ, ഓൺലൈൻ സ്റ്റുഡൻസാണ് എൻ്റെ അടുത്ത് കൂടുതൽ. അത് ഡിപ്പെൻഡ് ചെയ്യും ആ ടീച്ചർ എങ്ങനെയാണ്, കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ. ഇപ്പം ശ്രദ്ധിക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് ഈ ഡിസ്ട്രാക്ഷൻസൊക്കെ ഇഗ്നോർ ചെയ്ത് പഠിപ്പിക്കാം. നമുക്ക് ഈ പോർഷൻ തീർക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്തയിൽ അങ്ങ് പഠിപ്പിച്ചാൽ ഇതൊന്നും യൂസ്ഫുള്ളല്ല. അപ്പം ഞാൻ പോർഷൻ ലാഗ് ചെയ്താലും കുട്ടികളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് ആയിരിക്കും ദൈവം സഹായിച്ച് ഇത്രയും നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പം ഓൺലൈൻ ഒരിക്കലും ബാഡാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതെല്ലാം ഓൺലൈൻ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഡിജിറ്റൽ വിൽ ബി ദ ആൻസർ ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. യെസ് സർ ഓഫ് കോഴ്സ് ഡിജിറ്റൽ. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിന് പോകുന്നുണ്ട്, വേണു സാറാണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ടീച്ചിങ്ങിനെ പറ്റി നിങ്ങളുടെ പോസിറ്റീവും നെഗറ്റീവും ഒന്ന് പറഞ്ഞു, എനിക്കൊരു ടിപ്സായിട്ടൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഈ ഞാൻ ചോദിക്കുന്ന കുട്ടികൾ ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഈ പിള്ളേർ. 10th പാസ് ഔട്ടായ കുട്ടികളോടാണ് ഞാൻ ചോദിച്ചത്. അവരായിരിക്കും എൻ്റെ അടുത്ത് മോർ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളത്. ഇപ്പം നടന്നുകൊണ്ട് കറണ്ട് 10th ഗ്രേഡേഴ്സിനെക്കാട്ടിലും ദേ വിൽ ബി മോർ ഇൻറ്റിമേറ്റ്. അപ്പോൾ ആ കുട്ടികൾ എനിക്ക് കുറേ ടിപ്സ് തന്നു. ഞാൻ വളരെ അതിശയിച്ചു പോയി. അതിനകത്ത് വൺ ഓഫ് ദ ടിപ്സ് വാസ് ലൈക്ക് ദിസ്: ടീച്ചറിൻ്റെ ടീച്ചിങ് മെത്തേഡ്സ്. ടീച്ചർ ഡിജിറ്റലായിട്ട് ഈ നല്ല ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്താണല്ലോ പഠിപ്പിക്കുന്നത് സാർ. അപ്പം അതിനകത്ത് പെൻ യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഈ ട്രയാങ്കിൾസൊക്കെ ജോമെട്രിയൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ അവരുടെ ഒരു വിഷ്വലൈസിങ് സ്കില്ല് അതിനകത്ത് പല ട്രയാങ്കിളും അതിൻ്റെ കോൺഗ്രുവൻസി സിമിലാരിറ്റി ഒക്കെ വരുമ്പോൾ ഞാൻ ഈ നമുക്ക് കളേഴ്സൊക്കെ യൂസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അതൊക്കെ ഭയങ്കര പ്ലസ് പോയിൻ്റാണ്. എൻ്റെ നോട്ട്സ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് കുറേ കളേഴ്സ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ ഒരു കളറിൽ, ആൻസർ ഫോർമുല വേറൊരു കളറിൽ. പിന്നെ ഞാൻ പറയും ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഗോൾഡൻ സ്റ്റാർ കൊടുത്തോളൂ എല്ലാവരും, ഇപ്പോൾ ഗോൾഡൻ കളറിലൊക്കെ ഇടും. അപ്പം ഈ ഒരു കളർഫുൾ, ചെറിയ കുട്ടികളല്ലേ, ടീനേജേഴ്സ് അല്ലേ, അവർക്ക് ഈ കളറൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ
ഈ ഡിജിറ്റലായിട്ട് പഠിപ്പിക്കുന്നത് ഈ ഒരു അഡ്വാൻറ്റേജൊക്കെ അതിനകത്തുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ ക്ലാസ്സിൽ നമ്മൾ പണ്ട് ചോക്ക്, പല കളർ ചോക്കൊക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കാറുണ്ട് ടീച്ചേഴ്സൊക്കെ. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഡീമെറിറ്റ്സും മെറിറ്റ്സും ഒക്കെ ഉണ്ട് സർ. One way to describe mathematics. Magic. The best age to start loving mathematics. Childhood, especially 5th 5 years. Board or digital? Both. The maths topic students find most terrifying. Calculus, of course. സിമി ടീച്ചർ ആകാതിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എപ്പിസോഡ് 2-ൽ കൂടുതൽ ആഴമേറിയ ചർച്ചകൾ ഉണ്ടാകും.